ഓന്തിനെ പോലെ നിറം മാറുന്നവർ എന്നൊരു ഭാഷാ പ്രയോഗം മലയാളത്തിൽ സർവ്വസാധാരണമാണ്. സ്ഥിരമായ നിലപാടില്ലാത്തവരെ, തരം പോലെ നിലപാട് മാറ്റി പറയുന്നവരെ, അതുപോലെ തന്നെ സ്വാർത്ഥ ലാഭത്തിനായി നിലപാടുകളിൽ വ്യതിയാനം വരുത്തുന്നവരെയൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ഇത്തരമൊരു പദപ്രയോഗങ്ങൾ നമ്മൾ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളനുസരിച്ച് ഏറ്റവും അധികം ഈ വിശേഷണങ്ങൾക്ക് അർഹരാകാറുള്ളത് രാഷ്ട്രീയ നേതാക്കളാണ്. എന്നാൽ ഓന്തിനെ പോലെ നിറം മാറുന്ന മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. ചിലരൊക്കെ മറ്റു മേഖലകളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഓന്തിനെ പോലെ നിറം മാറുന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. ഇത്രയൊക്കെ പറയുന്നത് ഒരു സിനിമാ താരത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ്. നമുക്കറിയാം, ധാരാളമായി സിനിമാ താരങ്ങൾ തങ്ങളുടെ പ്രത്യക്ഷമായ രാഷ്ട്രീയ അനുഭാവം ഈ കാലഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കാറുണ്ട്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയ അനുഭാവം ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ്. ചിലരെല്ലാം സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും വളരെ കൃത്യമായി ശോഭിക്കുകയും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർ രാഷ്ട്രീയത്തിൽ അമ്പേ പരാജയമായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും അമ്പേ പരാജയവുമായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഭീമൻ രഘു. ഭീമൻ രഘുവിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഓന്തിനെ പോലെ നിറം മാറുന്നവർ എന്നൊരു പദപ്രയോഗത്തെക്കുറിച്ച് ആമുഖമായി സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയ ഭീമൻ രഘു ഒന്നിനേക്കാൾ വേഗത്തിലാണ് നിറം മാറിയതെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലെ വ്യതിയാനം സൃഷ്ടിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കിടുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഭീമൻ രഘുവിനെ കുറിച്ച് പറയുമ്പോൾ, മലയാള സിനിമാ രംഗത്ത് തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ഭീമൻ രഘു. വില്ലൻ വേഷങ്ങളിലൂടെയാണ് മലയാള പ്രേക്ഷകർക്ക് ഭീമൻ രഘു സുപരിചിതനായി മാറിയത്. ഒരു കാലഘട്ടത്തിലൊക്കെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ ഭീമൻ രഘുവായിരുന്നു. സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സ്ഥിരം വില്ലനായും ഒരു ഘട്ടത്തിൽ ഭീമൻ രഘുവിന് തിളങ്ങി നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് സിനിമാ മേഖലയിൽ അദ്ദേഹം കോമഡിയിലേക്ക് ചുവടുമാറുവാൻ ശ്രമിക്കുന്നതും ആ ഒരു ശ്രമം പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഭീമൻ രഘു കോമഡിയൻ എന്ന നിലയിൽ ഏറ്റവും അധികം സക്സസ് ആയി മാറിയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശത്തോടു കൂടിയാണ് എന്ന യാഥാർത്ഥ്യവും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഭീമൻ രഘു സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിൻ്റെ ദീർഘകാലം അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലമായിരുന്ന പത്തനാപുരം സിനിമാ താരങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. UDF നിന്നാണ് അന്ന് ഗണേഷ് കുമാർ ചുവടുമാറി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ആദ്യമായി മത്സരിക്കുന്നത്. അന്ന് UDF പാളയത്തിൽ നിന്ന് ഗണേശിനെതിരായി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് മലയാള സിനിമയിലെ പ്രമുഖ ഹാസ്യതാരമായിട്ടുള്ള, കോൺഗ്രസ് പക്ഷപാതിയായിട്ടുള്ള, എന്നും കോൺഗ്രസ്സുകാരനാണ് എന്ന തൻ്റെ നിലപാട് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള ജഗദീഷിനെയാണ്. ഇവിടെ BJPയും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ ഒരു സിനിമാ താരത്തെ കളത്തിലിറക്കുകയായിരുന്നു. അത് ഭീമൻ രഘുവായിരുന്നു. അങ്ങനെ 2016 BJP സ്ഥാനാർത്ഥിയായി പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചതോടുകൂടിയാണ് ഭീമൻ രഘു സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഭീമൻ രഘു അമ്പേ പരാജയപ്പെട്ടു പോകുകയും അതോടുകൂടി BJPക്ക് അദ്ദേഹത്തോടുള്ള പ്രിയവും അദ്ദേഹത്തിന് BJPയോടുള്ള പ്രിയവും അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് BJP സ്ഥാനാർത്ഥിയായി കടന്നു വന്ന ഭീമൻ രഘു പിന്നീട് അങ്ങോട്ട് BJP രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നതിനാണ് നമ്മൾ സാക്ഷികളായത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു LDF മന്ത്രിസഭ രൂപീകരിച്ചതോടുകൂടി ഭീമൻ രഘു BJP പാളയം വിട്ട് പിന്നീട് LDFിലേക്കാണ് ചേക്കേറിയത്. ആദ്യഘട്ടത്തിലൊന്നും ഭീമൻ രഘുവിനെ LDF അത്രമാത്രം അടുപ്പിച്ചിരുന്നില്ല. CPM തീരെ മൈൻഡ് ചെയ്തിരുന്നുമില്ല. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായപ്പോഴേക്കും LDFിൻ്റെ സജീവ പ്രചാരകനാകുവാൻ ഭീമൻ രഘുവിന് സാധിച്ചു. അങ്ങനെ AKG സെൻറ്ററിലെത്തിയ അദ്ദേഹം LDFിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും പിന്നീട് തുടർച്ചയായി പിണറായി സ്തുതികൾ നടത്തുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ എല്ലാവരും ഇരിക്കവേ ഭീമൻ രഘു എഴുന്നേറ്റ് നിന്ന് പിണറായിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടത്. ഇതെല്ലാം അദ്ദേഹം വളരെ വൈകാരികമായിട്ട് വളരെ സീരിയസ് ആയി പിണറായിയുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ ചെയ്ത കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും ജനങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടതോടുകൂടി ഭീമൻ രഘു വലിയൊരു കോമേഡിയനായി മാറുകയായിരുന്നു. ഭീമൻ രഘു കേരളത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറുകയായിരുന്നു.
പിന്നീട് LDFനും CPMനും വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സമരം നയിക്കുന്ന ഭീമൻ രഘുവിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ ഭീമൻ രഘു പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു നിയമസഭാ ടിക്കറ്റ് നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നിരുന്നാലും അതൊരർത്ഥത്തിൽ ഭീമൻ രഘുവിന് ഭാഗ്യമായി എന്ന് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അമ്പെ പരാജയപ്പെട്ടതിന് പിന്നാലെ ഭീമൻ രഘു ഏറെക്കുറെ LDFുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. അതിൻ്റെ കൃത്യമായ സൂചനകളും പുറത്തു വരുന്നുണ്ട്. തൻ്റെ UDF പാളയത്തിലേക്കുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് പാളയത്തിലേക്കുള്ള പ്രവേശത്തിൻ്റെ സൂചനകൾ നമുക്ക് ഭീമൻ രഘു വ്യക്തമാക്കി തന്നത് UDF സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയായിരുന്നു. മുൻപൊക്കെ ചുവപ്പ് ഷർട്ടിട്ട് LDFന് അനുകൂലമായി സംസാരിച്ചിരുന്ന ഭീമൻ രഘു ഇപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്, അതായത് വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇട്ടിട്ടാണ് UDF സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും കോൺഗ്രസ് നേതാവും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുമായുമെല്ലാം ഭീമൻ രഘു അടുത്തിടപഴകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഭീമൻ രഘുവിൻ്റെ ഭാവങ്ങൾ ശ്രദ്ധിച്ചാലും ശരീരഭാവം ശ്രദ്ധിച്ചാലും അദ്ദേഹം ഒരു അടിമുടി കോൺഗ്രസ്സുകാരനായി മാറിക്കഴിഞ്ഞുവെന്ന് ഈ ദൃശ്യങ്ങൾ വിലയിരുത്തി നമുക്ക് പറയുവാൻ സാധിക്കും. അങ്ങനെ കേവലം 10 വർഷത്തിനിടയിൽ BJPയിലൂടെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നുകൊണ്ട് പിന്നീട് CPM പാളയത്തിലെത്തി അവിടെ ഒരുപാട് കോമാളിത്തരങ്ങൾ കാണിച്ച് ഇപ്പോൾ കോൺഗ്രസിനെ കൂടി പ്രതിരോധത്തിലാക്കുവാൻ കോൺഗ്രസ് പാളയത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു രാഷ്ട്രീയക്കാരനായി ഭീമൻ രഘു മാറിയിരിക്കുകയാണ്. മലയാള സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ പരിഹാസ്യ കഥാപാത്രവും അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഭീമൻ രഘുവിനെ പോലുള്ളവർ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് അധികാരത്തോട് അടുത്തു നിന്നുകൊണ്ട് താൻ ഭരണത്തിൻ്റെ ഭാഗമാണ്, താൻ ഭരണ നേതൃത്വത്തിൻ്റെ അടുപ്പക്കാരനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങളൊക്കെ ലക്ഷ്യമിട്ടിട്ടുമായിരിക്കും. എന്നാൽ ഇത്തരക്കാരെ അകറ്റി നിർത്തേണ്ടത് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും വിശ്വാസ്യതയുടെ ആവശ്യകത കൂടിയാണ് എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറന്നുപോകുവാൻ പാടില്ല. ഇനി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് UDFനും കോൺഗ്രസിനും ഏതെങ്കിലുമൊക്കെ താരങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയം എല്ലാ പ്രതികൂല ഘട്ടത്തിലും കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള നിരവധി താരങ്ങളെ മലയാള സിനിമയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ജഗദീഷും രമേശ് പിഷാരടിയുമൊക്കെ ഇതിനുള്ള നല്ല ഉദാഹരണങ്ങളാണ്. എന്നാൽ ഭീമൻ രഘുവിനെ പോലുള്ള പരിഹാസ്യ കഥാപാത്രങ്ങൾ ഇത്തിക്കണ്ണികളെ പോലെ പിടിച്ചു കയറി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പിൻവാതിലിലൂടെ നിയമനം നേടിയെടുത്താൽ അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും മലയാളികൾക്ക് നൽകുക. കോൺഗ്രസിനെക്കുറിച്ചുള്ള പ്രതിച്ഛായ മലയാളികൾക്കിടയിൽ മോശമാകുവാനും അത് കാരണമാകും എന്ന കാര്യത്തിന് പുറമേ തന്നെ നമ്മുടെ നേതാക്കളും ഇത്തരക്കാരിൽ നിന്ന് കൃത്യമായ ഒരു അകൽച്ച പാലിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരക്കാർ ചെന്നു ചാടുന്ന പ്രശ്നങ്ങളുടെയൊക്കെ പാപഭാരം കൂടി ഇവർ നമ്മളുടെ നേതാക്കളുടെ മേൽ ചുമത്തുവാനുമുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രാഷ്ട്രീയ പക്വതയാണ് അതിനാൽ തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ജനങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാവുക തന്നെ വേണം. കാരണം ഭീമൻ രഘുവിനെ പോലുള്ളവർ രാഷ്ട്രീയത്തിലെ അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് മലയാളികൾക്കേറെ അരോചകമാണ്, ചിരിക്കാൻ മാത്രമുള്ള ഒരു വകയാണ്. അതിനാൽ തന്നെ ഇത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഭീമൻ രഘു മാത്രമല്ല, മറ്റു പല മേഖലകളിൽ നിന്നും ഇന്നലെ വരെ CPMനൊപ്പം ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് ആനുകൂല്യം നേടിയെടുത്തവരും ആനുകൂല്യം നേടാൻ ശ്രമിച്ചവരുമെല്ലാം ഇപ്പോൾ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പിന്നാമ്പുറത്തൂടി ഒരു പ്രവേശനം നടത്തി പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രധാന വക്താക്കളായി മാറുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതും നേതൃത്വമാണ്. കാരണം ഇത്തരക്കാർ പിടിമുറുക്കിയാൽ അവിടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് സർവ്വസാധാരണക്കാരായിട്ടുള്ള പാർട്ടിക്കൊപ്പം എല്ലാ കാലഘട്ടത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നിലയുറപ്പിച്ചിട്ടുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും തന്നെയാകും. അതിനാൽ തന്നെ ഇത്തരക്കാരെ തിരിച്ചറിയേണ്ടത് പാർട്ടിയുടെ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം കൂടിയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ പരാജയപ്പെട്ടു പോയെങ്കിലും ഭീമൻ രഘുവിൻ്റെ കോമഡി കേരള രാഷ്ട്രീയത്തിൽ ഹിറ്റായതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.